أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها كل محدثة بدعة كل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الدين عند الله الإسلام പ്രിയമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുസ്ലിം സ്നേഹിതന്മാരെ, അല്ലാഹു തആല എൻ്റെ ദീന് ഇസ്ലാം ദീനാണ്. ആ ഇസ്ലാം ദീന് പഠിച്ചെങ്കിലേ അറിയുള്ളൂ എന്താണ് ഇസ്ലാം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്തൊരു ദീൻ ഒരാൾ തേടുകയാണെങ്കിൽ അത് സ്വീകരിക്കില്ല. അത് സ്വീകരിക്കേണ്ട ദീൻ ഇസ്ലാം ദീനാണ്. ആ ഇസ്ലാം ദീനിൽ ഇടക്കാലത്ത് കുറേ ആളുകൾ മായം ചേർത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ശരിയായ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസമനുസരിച്ച് പഠിപ്പിക്കുന്ന ഈ ഇൽമാണ്. അതുകൊണ്ട് ഇൽമിനെ പഠിപ്പിക്കാൻ എല്ലാവരും ഉത്സാഹിക്കണം. നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ സ്ഥാപനത്തിൽ തന്നെ പഠിപ്പിക്കണം. നമ്മളെ മദ്രസകളുണ്ട്, നമ്മളെ ദർസുകളുണ്ട്. ഇതിലൊക്കെ പഠിപ്പിച്ചാൽ സുന്നത്ത് ജമാഅത്ത് പഠിക്കും. എന്നാൽ ഒരു മനുഷ്യന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു ഹദീസാ, ഇതാ മാത ഇബ്നു ആദമ ഇൻഖത അമലു. ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവൻ്റെ അമലും ഇവ നിന്നുപോയി. ഇല്ലാ മിൻ സലാസ, മൂന്ന് കാര്യമില്ലാത്ത എല്ലാം നിന്നുപോയി. ഒന്നേതാ സദഖത്തുൻ ജാരിയ. ജാരിയായ സദഖ എന്ന് പറഞ്ഞാലോ ഇതുപോലത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി ചെലവാക്കുന്ന സദഖകൾ എന്ന് നിലയ്ക്കണ ഒരു ഒക്കപ്പോ ഭൂമിയോ കെട്ടിടോ എന്തെങ്കിലുമൊക്കെ ഒക്കുവെച്ചാൽ അല്ലെങ്കിൽ തെങ്ങോ ഇതൊക്കെ ഒക്കുവെച്ചാൽ ജാരിയ സദഖയാണ്. രണ്ടാമത്തേതാണ് വലുതും സാരിയും എതിരോ ഓനെ പ്രാർത്ഥിക്കണ സാരിയായ അമല്. സാരിയായ മക്കളുണ്ടായാൽ അതും മരിച്ചാലും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് മക്കളെ പഠിപ്പിച്ചിട്ട് സാരിയായ മക്കളാക്കിയാൽ നമ്മൾ മരിച്ചു പോയാലും കവർക്ക് വന്നും കൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം ഏതാണ്? ഇൽമു യന്തഫഉ, ഉപകാരമുള്ള ഇൽമ്. അപ്പം മക്കളെ പഠിപ്പിച്ച് ഇൽമുണ്ടായാൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥാപനം നടത്തി ഇൽമുണ്ടാകുകയാണെങ്കിൽ നമ്മൾ മരിച്ചു പോയാലും ആ ഇൽമിന് സഹായിച്ച കൂട്ടക്കാരൊക്കെ എന്താണ് അവർക്ക് ഉപകാരം കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇൽമ് നടപ്പാക്കാനും സാരിയായ സന്താനങ്ങളെ വളർത്താനും എല്ലാം നോക്കണം. ഇതാണ് നമുക്ക് കിട്ടാനുള്ളത്. എല്ലാം നമ്മൾ പരാജയപ്പെടും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾക്ക് ഉപകാരം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ കൂടലും പിരിയലുമൊക്കെ സാരിയാരമായി സ്വീകരിക്കട്ടെ. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു കാര്യം കൊണ്ട് എന്നാണ് പറഞ്ഞത്, മഹാനായ സുൽത്താനുൽ ഖ്വാജ മൊയ്നുദ്ദീൻ തങ്ങളവരുടെ ഒരു ദിവസം കൂടിയാണ് ഇവിടെ നടക്കണേ. അവർ ഈ നാട്ടിലേക്ക് ഒരു സുൽത്താനിൽ തന്നെയാണ് മഹാനവറുകൾ. അവർ അജ്മീറിന് മറുപടി എടുക്കുകയാണെങ്കിലും ഇവിടെ ഈ നാട്ടിലെ എല്ലാവരും അജ്മീറായിട്ട് ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അവരെ ഒരു ദിവസം കഴിക്കുക എന്ന് പറഞ്ഞാലും അത് നമ്മളെ കൊള്ള മടങ്ങുന്നവരിനെ എപ്പോഴായി കിട്ടും. അപ്പോൾ ഈ ഇൽമിന് വർക്കത്തുണ്ടാകാനും ഈ ഇൽമിന് സഹായിക്കുന്ന ആളുകൾക്ക് ആരോഗ്യം ഉണ്ടാകാനും രോഗങ്ങളൊക്കെ സുഖപ്പെടാനും എല്ലാത്തിനും കാര്യമാവും ഔലിയാക്കന്മാരായിട്ട് കൂടല്. അതുകൊണ്ട് അതും നല്ല കാര്യം തന്നെ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഒരുമിച്ച് കൂടി ഒരു മജ്മഉൽ ബഹറാണ് ഇപ്പോൾ ഇന്നിവിടെ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അല്ലാഹു തആല നമ്മൾ കൂടിയതും പറഞ്ഞതുമൊക്കെ അത് സ്വീകരിക്കണ ഒരു സാരി അമലാക്കി തരട്ടെ. ഇതിന് ആരൊക്കെ സഹായിച്ചെന്ന് വെച്ചാൽ അല്ലാഹു തആല അറിയും. സഹായിച്ചവരൊക്കെ നമ്മൾ പേരേണ്ട ആവശ്യമില്ല. അപ്പം അല്ലാഹു തആല ഇതിന് കൊടുക്കുന്ന ആളുകൾക്കൊക്കെ തക്കതായ പ്രതിഫലം ആഖിറത്തും ദുനിയാവൊന്നും കൊടുക്കട്ടെ. ദുനിയാവിനും ഇതുകൊണ്ട് അവർക്ക് ഫഖർ വരാതിരിക്കട്ടെ. ആഖിറത്തിൽ നിന്ന് തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. ദുനിയാവൊന്നും പ്രതിഫലം കൊടുക്കട്ടെ അല്ലാഹു തആല. അങ്ങനെ നമ്മൾ ഈ ദർസ് ഇവിടെ കാലാകാലവും ഈ ദർസ് ഇവിടെ ഇലക്കട്ടെ. കുട്ടികൾ ഇനിയും വർദ്ധിച്ചു വരട്ടെ. അടുത്ത കാലത്ത്
പല കുട്ടികളോട് പഠിക്കുന്നുണ്ട്. പിന്നെ പലയിടത്തും പോയി തഹസീലാമി എന്ന ദർശനത്തിലും മുത്താലിമീങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന ഒരു നാട്ടാണല്ലോ ഈ നാട്ടുകാരാണ് ഇപ്പോൾ ഈ ദർശനം മുക്കി പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ ഒരു ക്യാൻറ്റീനോ മറ്റൊന്നും ഉണ്ടായില്ലല്ലോ. പെരകളിൽ നിന്ന് ചിലവോ അങ്ങനെ കൊടുത്തിട്ട് ഈ നിലത്തുണ്ടല്ലോ. അപ്പോൾ ആ പെരകളൊക്കെ എന്ത് ചെയ്യും? ഒക്കെ നല്ല ഉൽഫത്തുള്ള സലാഹുള്ള വീടുകളായി നിലക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. ഇനി മഹാനായ ഉസ്താദ് അരിമോലിയാരൊക്കെ വരും പ്രസംഗിക്കാൻ. പിന്നെ വേറെ ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എത്തിപ്പോവുകയാണ്. അസ്സലാമു അലൈക്കും.